ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു ഡിവൈൻ PSC. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിക്കാണോ അല്ലേ? VFAക്ക് ഇത്രയും സാലറി ഉണ്ടോയെന്ന്. അതെ, ശരിയാണ്. ഞാനതെങ്ങനെയാണെന്ന് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് VFA എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. VFA എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ സർക്കാർ വകുപ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ VFAക്ക് ജോലി കിട്ടുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പം ടാക്സൊക്കെ ഇല്ലേ, അതായത് ഈ പൈസ രീതിയിലുള്ള ഇടപാടുകളാണ് ഈ VFAക്കായിട്ട് കൂടുതലും അവർ തരിക. രണ്ടാമത്തെ പോയിൻ്റ് ഇതിൻ്റെ ജോലി സ്വഭാവം എന്നാണെന്നുള്ളത്. അതായത് ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് രണ്ട് വിധമായിട്ടുള്ള ജോലി സ്വഭാവമാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഓഫീസ് വർക്ക്, ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫയൽസ് നോക്കലും പിന്നെ അവിടുത്തെ ആൾക്കാരെ നിയന്ത്രിക്കലുമാണ്. പിന്നെ രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് ഫീൽഡ് വർക്കാണ്. ഇതാണ് പ്രധാനപ്പെട്ട ജോലി. കൂടുതലും VFAക്കാർക്ക് ഇതായിരിക്കും ലഭിക്കുന്നത്. കുറച്ച് നേരം മാത്രമേ ഓഫീസിൽ നിൽക്കേണ്ട അവസ്ഥയുള്ളൂ. കൂടുതൽ സമയവും നമുക്ക് VFAക്കാർക്ക് ഫീൽഡിൽ പോയിട്ട് ചെയ്യേണ്ട വർക്കുകളാണ് കൂടുതൽ. മൂന്നാമത്തെ പോയിൻ്റ് ഇതിൻ്റെ യോഗ്യതയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് നിലവാരമാണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഈ എക്സാം എഴുതാവുന്നതാണ്. മുന്നേ വില്ലേജ് മാൻ എന്നറിയപ്പെട്ടതുമായ പിന്നെ 7ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതിയായിരിക്കും. ഇപ്പോഴാണ് 10ാം ക്ലാസ് വേണമെന്നുള്ളത്. മുന്നെയൊക്കെ 7ാം ക്ലാസ് മതിയായിരുന്നു. പിന്നെ വില്ലേജ് മാൻ എന്നാണ് അറിയപ്പെട്ടത്. പിന്നെ കാലങ്ങൾക്ക് ശേഷം ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്നും 10ാം ക്ലാസ് യോഗ്യതയായും മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന സാലറിയുടെ കാര്യങ്ങളാണ്. സാലറി എന്ന് പറയുന്നത് ബേസിക് പേ ആണ്. ആദ്യം ഞാൻ പറയുന്നത് ബേസിക് പേ 23,700. അതായത് LGSൻ്റെ സാലറി 23,000, LDCയുടെ സാലറി 26,500. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള സാലറിയാണ്. സാലറിയും ഒരു തസ്തികയുമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു സാലറിയാണ് 23,700. ഒറ്റ ഇൻക്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ, 700 രൂപ. ഇതിൽ 23,700 എന്ന് പറയുന്നതാണ് ബേസിക് പേ. പക്ഷേ ഇതിൻ്റെ കൂടെ HRAയും DO എല്ലാം കൂട്ടിയിട്ട് ആകെ സാലറി എന്ന് പറയുന്നത് ഒരു 33+ കിട്ടുന്നതാണ്. കയ്യിലല്ല, 33+34 വരെ സാലറി ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ കയ്യിൽ കിട്ടുന്നത് ഇതിൻ്റെ കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചിട്ട് ഒരു 28-29 ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക. ബാക്കിയുള്ളത് അവർ പിടിക്കും. അപ്പം VFAയുടെ ആകെ സാലറി എന്ന് പറയുന്നത് 33 to 34. പിന്നെ അവരുടെ സ്ഥലങ്ങളൊക്കെ അനുസരിച്ച് ബാക്കി എക്സ്ട്രാ ഇൻക്രിമെൻ്റ് എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു 35 എത്തും കേട്ടോ. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത് പ്രൊമോഷൻ സാധ്യതയാണ്. പ്രൊമോഷൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ഡിസ്ട്രിക്റ്റ് വൈഡായിട്ട് നടക്കുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും കുറവ് നിയമനം മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് വന്ന ഓരോ ജില്ലകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് നോക്കാം. വരാനിരിക്കുന്ന പുതിയ ലിസ്റ്റുകൾ. അപ്പം ആദ്യം തന്നെ നമുക്ക് എക്സാം എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലൊക്കെ അല്ലേ. അപ്പോൾ ആദ്യ ലിസ്റ്റ് എന്ന് പറയുന്നത് ആലപ്പുഴക്കാർക്കാണ്. ഇതിന് മുന്നേ ഉള്ള VFAയുടെ ലിസ്റ്റ് ആദ്യം വന്നത് ആലപ്പുഴയ്ക്കായിരുന്നു. ആദ്യം പരീക്ഷ നടന്നു ആലപ്പുഴയ്ക്കായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പം നമുക്ക് ഈ വർഷം 2026 നവംബർ 22 ആകുമ്പം നവംബറിൽ ആലപ്പുഴക്കാർക്ക് ആദ്യം പുതിയ ലിസ്റ്റ് വന്നിരിക്കണം. 22 എന്ന് പറയുമ്പം 21-ാം തീയതി 21-ാം തീയതി ലിസ്റ്റ് തീരുകയും 22-ാം തീയതി പുതിയ ലിസ്റ്റ് വരികയും ചെയ്യണം. ആലപ്പുഴക്കാർക്ക് 22/11/2026. പിന്നെ പത്തനംതിട്ടക്കാർക്കും വയനാടുകാർക്കും 1/12/2026, അതായത് ഡിസംബർ 1-ാം തീയതി. പിന്നെ തൃശ്ശൂരുകാർക്ക് 12/12/26, അതായത് 12/12/26. പിന്നെ കോഴിക്കോടുകാർക്ക് 21/12/2026.
എല്ലാം കൂടുതലും ഡിസംബർ മാസങ്ങളിലായിട്ടാണ് കേട്ടോ. പിന്നെ എറണാകുളംകാർക്ക് 22/12/2026. പിന്നെ കോട്ടയം, മലപ്പുറം, പാലക്കാട്, കാസർഗോഡ് 4/1/2027 ജനുവരിയിലാണ് കേട്ടോ. 4-ാം തീയതി 1-ാം മാസം 27 പിന്നെ കൊല്ലംകാർക്ക് 9/1/2027, കണ്ണൂരുകാർക്ക് 10/1/2027, ഇടുക്കിക്കാർക്ക് 25/1/2027, ട്രിവാൻഡ്രംകാർക്ക് 22/2 ഫെബ്രുവരിയിലാണ് കേട്ടോ. 2/2027. ഇങ്ങനെയാണ് പുതിയ റാങ്ക് ലിസ്റ്റുകളുടെ ഡേറ്റുകളെന്ന് പറയുന്നത്. പിന്നെ നിലവിലെ ആകെ നിയമനം നടന്നിട്ടുള്ളത് 2500+ നടന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ജില്ലകളിലും കൂടിയിട്ട് 2500+ നടന്നിട്ടുണ്ട്. പിന്നെ ഇനി വരുന്നത് പുതിയ ലിസ്റ്റുകളായിരിക്കും. അപ്പം ഇതുവരെ നടന്ന് വെച്ച് നോക്കിക്കാണുമ്പം നമുക്ക് മനസ്സിലാവുന്നില്ല, 2500 നടന്നിട്ടുള്ളൂ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നിയമനം കുറവാണെന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് VFIനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്കൊരു സംശയം തോന്നാമായിരിക്കും, ചിലപ്പം VFIക്ക് ഇത്രയും കിട്ടുന്നതാണോ അതോ ഞാൻ ചുമ്മാ പറയുന്നതാണോ എന്ന്. അല്ല കേട്ടോ, സത്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നതൊന്നും ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പറയുന്ന സാലറിയൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.